ശ്രീ ഉല്ലാസ് ബാബു, ഈ വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഉത്തരവാദികൾ ആരാണ്? ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും നട്ടലുണ്ടാകുമെന്ന് തന്നെ കരുതാം. രോഹിണി, ബഹുമാനായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞു, അതായത് വിമാനാപകടമുണ്ടായ വിഷയവുമായി ബന്ധപ്പെടുത്തി ഈ കാര്യം പറഞ്ഞു. ഒരു യന്ത്രവൽകൃതമായിട്ടുള്ള വിമാനം അത് ഉയർന്നു പൊന്തുന്ന സമയത്ത് അതിൻ്റെ തകരാറിൻ്റെ അടിസ്ഥാനത്തിൽ അത് തകർന്നു വീഴുകയും അപകടമുണ്ടാകുകയും ചെയ്യുകയും നീണ്ട കാലത്തെ ഒരു പ്രയത്നം അല്ലെങ്കിൽ നീണ്ട കാലത്തെ ഒരു സിസ്റ്റം കൃത്യമായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ആരോഗ്യ മേഖലയും തമ്മിൽ ഏത് തുലാസിലാണ് അദ്ദേഹം തുലനം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ലോകത്തൊന്നും അതേപോലത്തെ ഒരു തുലാസ് ഇതുവരെ കണ്ടതായിട്ടും ഓർമ്മയില്ല. അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയതാണ് എനിക്ക് തോന്നുന്നുമില്ല. ന്യായീകരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡായിരിക്കാം. രണ്ടാമത്തെ കാര്യം, ആരോഗ്യ രംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വേണ്ടേ കോട്ടയത്തെ വിഷയത്തിലേക്ക് വരാൻ? കേരളത്തിൽ അങ്ങനെ ഒരു രംഗമുണ്ടോ? സാർ ഈ കപ്പലാടുകില്ല സാർ, ഉലയുകില്ല സാർ എന്നും പറഞ്ഞിട്ട് പിണറായി വിജയനെ വാഴ്ത്തുപാട്ട് പാടുന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് മാറിയില്ലേ കേരളത്തിലെ ആരോഗ്യമന്ത്രി ബഹുമാന്യയായിട്ടുള്ള വീണ ജോർജ്? അവരെന്ത് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? 9 വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റും എടുക്കുക ആരോഗ്യ മേഖലയിൽ. രോഹിണി പറ, ആദ്യത്തെ ഒരു 5 കൊല്ലം PR വർക്കും അവർ പിടിച്ചു നിന്നു. ഇവരെന്താ ഈ പറയണേ? നമ്പർ വൺ എന്താണ്? ഒരു രോഗി ഓപ്പറേഷന് പോകുന്ന സമയത്ത് സൂചിയും കൊണ്ടുപോകണം, നൂലും കൊണ്ടുപോകണം, ഇനി സ്റ്റാപ്ലറാണെങ്കിൽ സ്റ്റാപ്ലറും കൊണ്ടുപോകണം, ഇനി കീറാനുള്ള എല്ലാ കത്തിയും എല്ലാം കൊണ്ടുപോയിട്ട് കൊടുത്ത് ആദ്യമേ കയറി കിടന്ന ബമ്മാര് പണിക്കാർ വന്ന് കീറണ അത് കീറുക എന്നുള്ളതാണോ? അതാണോ ആരോഗ്യരംഗം എന്ന് പറയപ്പെടുന്നത്? അല്ലല്ലോ. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന പ്രവൃത്തി ശൈലി കൃത്യമാക്കുന്ന ഒരു രീതി ഉണ്ടാകണ്ടേ? ആ രീതി ആരാണ് ഡിസൈൻ ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ എല്ലാ ആരോഗ്യ രംഗങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക. ഞാനൊരു കണക്കങ്ങ് രോഹിണിക്ക് പറഞ്ഞു തരാം. 2015 38,400 കിടക്കകളാണ് കേരളത്തിലുള്ളത്. 2025 38,525. 125 കിടക്കയാണ്. 2 ബഹുമാന്യതരായിട്ടുള്ള 2 മിടുക്കികൾ കേരളത്തിൽ 9 കൊല്ലം കൊണ്ട് ഇവിടെ വളർത്തി എന്നുള്ളത് ദയനീയമായ അവസ്ഥയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ PHC 2015 842 ആണെങ്കിൽ 2025 856 എന്ന് പറഞ്ഞാൽ 14 എണ്ണം കൂട്ടി എന്ന് പറഞ്ഞു. ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ശ്രീ ഉല്ലാസ് ബാബു തുടരാം. അതിനു മുൻപ് ഒറ്റ നിമിഷം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്തായാലും ഡോക്ടർ വന്ദനാദാസിന്റെ മരണത്തിന് ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ആരോഗ്യമന്ത്രി ഈ അവസരത്തിൽ കാണും. അവിടെയുള്ള പോരായ്മകളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനെങ്കിലും ഈ മണിക്കൂർ ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ശ്രീ ഉല്ലാസ് ബാബു തുടരാം. പിന്നെ 913 കോടി രൂപ. അപ്പോൾ PHSയുടെ കാര്യം പറഞ്ഞല്ലോ. 2015 842, 2025 816 എന്ന് പറഞ്ഞാൽ 14 എണ്ണമാണ് കൂട്ടിയത്. ആ സമയത്ത് ഭാരത സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദരണീയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള വലിയൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 21ഓളം എയിംസ് ഉണ്ടാക്കി. ഇവിടെ 1000 ബെഡുള്ളത്. ആ സമയത്താണ് ഇവിടെ തള്ളുവണ്ടി യുഗത്തിൽ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നമ്പർ 1 എന്ന് പറയാൻ ഉളുപ്പില്ലാതെ ഇവന്മാരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, 913 കോടി റുപ്യ ഇവർക്ക് കൊടുത്തില്ലേ? ഇവരെന്താ ചെയ്തേ? ഇപ്പൊ പറഞ്ഞു പണ്ടത്തെ കേന്ദ്ര തന്നില്ല. അത് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ശൈലി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയുണ്ട്. അത് കൈകാര്യം ചെയ്ത് അത് കൃത്യമായി അതേപോലെ പാലിച്ചുകൊണ്ട് പോയാൽ തന്നെ പൈസ കിട്ടുള്ളൂ. അല്ലാണ്ട് 8ാം ക്ലാസ്സിലെ മുഴുക്കൊല്ല പരീക്ഷ 10ാം ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ സാറേ എന്ന് ചോദിച്ചാൽ നടക്കോ? ആ കൊല്ലത്തെ കാര്യം ആ കൊല്ലം കൃത്യമായി കൈകാര്യം ചെയ്യാതെ വന്നപ്പോൾ അത് ലാപ്സായി പോയി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, അത് കിട്ടത്തില്ലെന്ന്. അപ്പൊ കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ രംഗം തകർന്ന് തരിപ്പണമായി കിടന്നാലും അതിനെക്കുറിച്ച് ബോധമില്ലെന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ? മെഡിക്കൽ കോളേജുകളിലേക്ക് രോഹിണി നിങ്ങളൊന്ന് ചെല്ലണം. എനിക്ക് അടുത്ത ട്രിപ്പ് നിങ്ങൾ സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെല്ലുന്ന സാധാരണക്കാരന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. വരാന്തയിൽ ഇങ്ങനെ കെടുക്കുകയാണ്. അതിനിപ്പോ പകർച്ചവ്യാധിയാണെങ്കിലും എന്തെല്ലാം തീരെ വയ്യായികുണ്ടെങ്കിലും വരാന്തയിൽ കിടന്നോളണം. നോക്കാൻ ആരുമില്ല, ഒരു സിസ്റ്റവും ഇല്ല, മരുന്നില്ല, അവിടെ കൃത്യമായിട്ടുള്ള ഓക്സിജൻ ഉണ്ടാകില്ല, കൃത്യമായി എക്സ്റേ മെഷീൻ വർക്ക് ചെയ്യില്ല, കൃത്യമായി സ്കാനിങ് സെന്റർ വർക്ക് ചെയ്യില്ല, കൃത്യമായിട്ടുള്ള ഡോക്ടർമാരുണ്ടാവില്ല,
പകുതി ഡോക്ടർമാരെ വരുള്ളൂ. ഈ കേരളത്തിൽ കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ നടന്നു എന്ന് ഏതെങ്കിലും സർക്കാരിന്റെ മന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? നടന്ന അപ്പോയിന്റ്മെന്റുകളിൽ കൃത്യമായി ഡോക്ടർമാർ വരുന്നുണ്ടോ? ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിൽ ലീവ് എടുത്ത് പോകുന്നു? അത് അന്വേഷിക്കാൻ ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടോ? നിങ്ങൾ നോക്കണം. മരുന്നില്ലാത്ത, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളില്ലാത്ത, അല്ലെങ്കിൽ പുറത്തേക്ക് എഴുതുന്ന മരുന്നുകൾ എഴുതുന്ന പ്രത്യേക രീതിയല്ലേ സാധാരണക്കാർ അവിടെ ചെല്ലുന്ന സമയത്ത് പുറത്തേക്ക് എഴുതുന്ന മരുന്നുകൾ മെഡിക്കൽ ഷോപ്പ് ശൃംഖലയുമായി പ്രവർത്തിക്കുന്ന രീതികൾ അവരുമായി ടൈപ്പായി പോകുന്നു, അവിടുത്തെ ലാബുകളുമായി ടൈപ്പായി പോകുന്നു. സാധാരണക്കാരന് പ്രതിസന്ധി വരുന്ന സമയത്ത്, അവൻ ആശുപത്രി വരാന്തയിൽ കയറി ഇറങ്ങുന്ന സമയത്ത് അവനെ പീഡിപ്പിക്കുന്ന ശൈലിയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അവനെ മാനസികമായി പീഡിപ്പിക്കുന്നു. അപ്പൊ ഡിവൈഎഫ്ഐക്കാര് പെട്ടിയോട്ടക്ഷേമ കൊടിയും കെട്ടിച്ചെല്ലും. എന്നിട്ടാ അവന്റെ ഔദാര്യച്ചോറ് കൊണ്ട് ചെല്ലും, പൊതിച്ചോറ്. അത് കൊടുക്കൽ മാത്രം കേമായിട്ട് നടക്കണേ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, രോഗികളെ ദയനീയമായി തളർന്നു വീഴുമ്പോ പൊതിച്ചോറ് കൊണ്ടുപോകും. കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറുകൾ അവരുടെ അടിയന്തര ചോറായി മാറാൻ പോവുകയാണ്. വീണ ജോർജിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രവൃത്തി. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. ഇന്ന് ഇവരെന്താ പറയുന്നത്? ആ മരിച്ചവരുടെ വീട്ടിലേക്ക് പോയി രോഹിണിയെ, ആ മരിച്ചവരുടെ വീട്ടുകാർക്ക് നഷ്ടം പറ്റി. വീണ ജോർജ് എന്താ പറയാൻ പോണ്? മൂപ്പര് പറയും, ഞാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കടലാസിന്റെ ഉള്ളിൽ ഈ റിപ്പോർട്ട്, ഈ കഴിവില്ലാത്തവന്മാരെ മുന്നിൽ നിർത്തി ഇവർ നടത്തുന്ന ഈ റിപ്പോർട്ട് കൊണ്ട് എന്തുപകാരം? ആ മരിച്ചവരുടെ വീട്ടിൽ എന്താ ആ അമ്മ നഷ്ടപ്പെട്ടില്ലേ? ആ സമയത്ത് ഇവർക്ക് എന്തുകൊണ്ട് അതിനെ കൃത്യമായി നോക്കാൻ സാധിച്ചില്ല? കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും നടത്തുന്നു എന്ന് ഇവരല്ലേ പറയാറ്. അങ്ങനെയാണ് എങ്കിൽ ആ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു 4 കവുങ്ങ് വെട്ടിയിട്ട് അതുകൊണ്ടൊന്നും ആ വീഴാറായിട്ടുള്ള ബിൽഡിങ്ങിനൊന്ന് ഊണ് കൊടുക്കാമായിരുന്നില്ലേ? എങ്കിലും ഇന്നൊരു അമ്മ രക്ഷപ്പെടുമായിരുന്നില്ലേ? പക്ഷേ എന്ത് ചെയ്യാം ശ്രീനിവാസ് ബാബു, സിസ്റ്റത്തിന്റെ തകരാർ, സിസ്റ്റത്തിന്റെ കുറ്റം എന്നല്ലേ ആ സിസ്റ്റത്തിൽ അതെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്.